നമസ്കാരം. റീ റിലീസുകളുടെ കാലം കൂടെയാണല്ലോ ഇപ്പോൾ. ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, അൻവർ, പാലേരി മാണിക്യം, അങ്ങനെ വല്യേട്ടനും 4K ക്വാളിറ്റിയിൽ തിയേറ്ററുകളിലെത്തി. പക്ഷെ അത് കാണാൻ ക്വാളിറ്റിയുള്ള തിയേറ്ററുകൾ എത്രത്തോളം ഉണ്ട് എന്നത് മറ്റൊരു കാര്യം. വല്യേട്ടൻ റീ റിലീസ് അനുഭവങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ 2 സിനിമകൾ എന്തായാലും കാണണമെന്ന പ്ലാൻ ഉണ്ടായിരുന്നു. വിനേഷ് വിശ്വനാഥ് സംവിധാനം ചെയ്ത സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, തമിഴിൽ നിന്നും വന്നിരിക്കുന്ന സ്വർഗ്ഗവാസൽ. പത്തനംതിട്ട അല്ലെങ്കിൽ ചെങ്ങന്നൂരാണ് ഇപ്പോഴത്തെ ഒരു സിനിമ കാണുന്നതിലെ പ്രധാന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ വീഡിയോയിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആൾക്കാരില്ലാത്തതിനാൽ ഷോ നടന്നിട്ടില്ല, അതിനാൽ വീഡിയോ ചെയ്യാൻ പറ്റാത്തതാണെന്ന്. ഇതിനു മുന്നേയും ഒട്ടേറെ സിനിമകൾ എനിക്ക് തിയേറ്ററിൽ നിന്നും ഇങ്ങനെ മിസ്സായിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ പല്ലോട്ടി അങ്ങനെ വന്നപ്പോൾ, കാണാൻ പറ്റാതെ വന്നപ്പോൾ ഒരാവശ്യത്തിന് കോട്ടയം വരെ പോയ സമയത്താണ് കണ്ടതും വീഡിയോ ചെയ്തതും. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തിയേറ്ററിൽ പോയെങ്കിലും ആവശ്യത്തിന് ആൾക്കാരില്ലാത്തതിനാൽ ഞാൻ പോയ ഷോസ് നടക്കാത്ത അവസ്ഥയായിരുന്നു. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കണ്ടവരൊക്കെ മികച്ച അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുതുമുഖ സംവിധായകൻ്റെ ചിത്രം കൂടിയാണ്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന് വരുന്നു. കാണാൻ പ്ലാൻ ചെയ്തിട്ടുള്ളവരുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്കത് ഉപകാരപ്പെടും. താങ്ക് യു. അപ്പോൾ വല്യേട്ടനിലേക്ക്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്ദേശിച്ചു പോയ സിനിമ ഷോ നടക്കാത്തതിനാൽ വല്യേട്ടന് കയറി. മുന്നേ തന്നെ തിയേറ്ററിൽ കണ്ട സിനിമയാണ് വല്യേട്ടൻ. നമ്മുടെ നാട്ടിൽ പാടിയൊട്ടിച്ചാൽ സരിഗ മൂവീസ് പല പേരുകളിലുണ്ടായിരുന്നു. വല്യേട്ടൻ കളിക്കുമ്പോൾ പേരിതാണെന്നാണ് എൻ്റെ ഓർമ്മ. സി ക്ലാസ് തിയേറ്റർ, അവിടെ വെച്ചാണ് വല്യേട്ടൻ കാണുന്നത്. അതും ഒരാഴ്ച വ്യത്യാസത്തിൽ 2 തവണ കണ്ടു. ചങ്ങായി വിളിച്ചപ്പോഴാണ് പിന്നീട് കാണാൻ പോയത്. പിന്നീട് ആ സിനിമ കൈരളി TV-യിൽ ആദ്യത്തെ തവണ വന്നപ്പോൾ കണ്ടിട്ടില്ല, പക്ഷേ തീർന്ന സമയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് മാത്രം. 1000-ലധികം തവണ കൈരളി ചാനലിൽ പ്രദർശിപ്പിച്ചൊരു സിനിമ കൂടെയാണല്ലോ. എന്നെ സംബന്ധിച്ച് അന്നത്തെ ആ തിയേറ്റർ വാച്ചിന് ശേഷം പലപ്പോഴായി കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ മുഴുവനായി കണ്ടിട്ടില്ല. പാട്ട് നല്ല ഇഷ്ടമാണ്, അതിടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അറയ്ക്കൽ മാധവനുണ്ണിയെ പോലെ തന്നെ ശിവരാമനും മമ്പറം ബാവയും ഇല്യാസും കാട്ടിപ്പള്ളി പപ്പനും നെടുങ്ങാടിയും ദാസനുമൊക്കെ മനസ്സിൽ കാലങ്ങളായി നിൽക്കുന്ന പേരുകളാണ് എന്നത് മറ്റൊരു കാര്യം. 24 വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയൊരു സിനിമ ഈ കാലത്തുനിന്ന് വീണ്ടും തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലേറ്റവും ആദ്യം പറയേണ്ടത് നമ്മുടെ കൂടെ ഇല്ലാത്ത പ്രതിഭകളെക്കുറിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് സംഭാഷണങ്ങളൊക്കെ അടുത്ത ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന, പ്രകടനം കൊണ്ട് കട്ടക്ക് നിന്നൊരു പവർ പാക്ഡ് സംഭവമാക്കുന്ന, നിമിഷ നേരം കൊണ്ട് പ്രേക്ഷകനെ കൂടെ ഇമോഷണലാക്കുന്ന മാജിക് കയ്യിലുള്ളവർ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്ന അവസ്ഥ തന്നെയാണ്. അവരുടെയൊക്കെ മികച്ച പ്രകടനങ്ങൾ സ്ക്രീനിൽ വീണ്ടും കാണുക എന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും വല്യേട്ടൻ്റെ കാര്യത്തിൽ 2 പേരെ പറയാതിരിക്കാൻ പറ്റില്ല. NF വർഗീസ്, കലാഭവൻ മണി. ഇവർ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ആ ഒരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ കഥാപാത്രങ്ങളുടെ പവർ, നായകൻ തന്നെ വീണു പോയേക്കാമെന്ന് തോന്നിപ്പിക്കുന്നു എന്നതിൽ തന്നെയാണ് കാര്യം. പ്രകടനം നോക്കിയാൽ ഈ കാലത്ത് നിന്ന് കാണുമ്പോഴും കിടിലാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഡ്രാമയൊക്കെ വരുമ്പോൾ അഭിനേതാക്കളുടെ കൈയടക്കമാണ് അതിലെടുത്തു പറയേണ്ടത്. രാജാമണിയുടെ പശ്ചാത്തല സംഗീതം, രവിവർമ്മൻ്റെ ഛായാഗ്രഹണം, വിഷ്വൽസൊക്കെ റിച്ച് പരിപാടിയാണ്. മൊത്തത്തിൽ ഇപ്പോൾ കാണുമ്പോഴും ഒരു ഗ്രാൻഡ് സിനിമ തന്നെയാണ് വല്യേട്ടൻ. മമ്മൂട്ടിയുടെ ഏട്ടൻ, അച്ചായൻ വേഷങ്ങളൊക്കെ മുന്നേയും ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിൽ എണ്ണത്തിൽ കുറവാണ്. അതിലൊന്നാണ് വല്യേട്ടൻ. അറയ്ക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു സ്റ്റൈൽ, മാനറിസമൊക്കെ മമ്മൂട്ടിക്ക് അപ്പുറത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും കാണാൻ തോന്നുന്നൊരു മാജിക് ഈ കഥാപാത്രത്തിൽ മൊത്തത്തിലുണ്ട്. രഞ്ജിത്താണ് ചിത്രത്തിന് സ്ക്രിപ്റ്റ് എഴുതിയത്. അന്നത്തെ കാലത്തെ മാസ് പരിപാടികൾ എന്നതിലൊന്ന് പ്രധാനമായും സംഭാഷണങ്ങളാണ്, കോരിത്തെരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കുമ്പോൾ അന്ന് കൈയടിച്ച് ചിലത് ഈ കാലത്ത് കൈയടിക്കില്ല എന്നതുമുണ്ട്. ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നതേ ഉള്ളൂ. അതിനെ മാറ്റി നിർത്തിയാലും കാച്ചിക്കുറുക്കിയ പവർഫുള്ളായ സംഭാഷണങ്ങൾ ഏറെ ഉണ്ട് വല്യേട്ടൻ. അത് പെർഫോം ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് അഭിനേതാക്കൾ. ഷാജി കൈലാസ് അന്തകാലത്ത് ഇമാതിരി സിനിമകളൊക്കെ എടുത്ത മനുഷ്യനാണ്. ടെക്നോളജി പിന്നെയും മുന്നോട്ട് പോയപ്പോൾ ഷാജി കൈലാസിന് എന്ത് പറ്റി എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്. റീ റിലീസ് സീസണിൽ ഒരു മാസ് പടം വരുന്ന ഇപ്പോഴാണ്. നല്ല ക്വാളിറ്റി തന്നെ കാണാൻ സാധിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം 4K പ്രൊജക്ഷനുള്ള തിയേറ്ററിലായിരുന്നില്ല കണ്ടത്. എങ്കിൽ കൂടെയും നല്ല അനുഭവമായിരുന്നു. കഥ മൊത്തം അറിയാം, അടുത്ത് എന്താണ് നടക്കുക എന്നത് ഏകദേശം മനസ്സിലുണ്ട്. അപ്പോഴും പ്രകടനം, ടെക്നിക്കൽ ക്വാളിറ്റി ഒക്കെ കൊണ്ട് തന്നെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി എന്നാണ് പ്രധാനം. നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ വീണ്ടും കാണാം. ഇങ്ങനെ ഏതെങ്കിലും സിനിമകൾ കൂടെ റീ റിലീസ് ചെയ്ത് ഇങ്ങനെ മാസ് സിനിമകൾ തിയേറ്ററിൽ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ബോക്സിൽ പറയുന്നു വരുന്നു. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.